കണ്ണൂർ CPM കലങ്ങി മറിയുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. TK ഗോവിന്ദന് അധികാരമോഹം. പറയുന്നതാരാണ്? നിരവധി തവണ MLA ആയവരും മന്ത്രിയായവരും ഒക്കെയാണ് പറയുന്നത് TK ഗോവിന്ദന് അധികാരമോഹം. PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയാണ്. അറിഞ്ഞിട്ടേ ഇല്ല അദ്ദേഹം. ഇതിനെ ചോദ്യം ചെയ്ത് TK ഗോവിന്ദൻ, അദ്ദേഹം ഇപ്പോൾ MLA ആണ്, പയ്യന്നൂരിലെ MLA ആണ്, തളിപ്പറമ്പിലെ MLA ആണ്. പയ്യന്നൂരിൽ വീണ്ട കുഞ്ഞികൃഷ്ണൻ MLA ആണ്. അവർ തിരുത്തിയാൽ ഇങ്ങോട്ടെടുക്കാമെന്നാണ് MV ജയരാജൻ പറയുന്നത്. അപ്പോൾ എന്താണ് തിരുത്തേണ്ടതെന്നാണ് കുഞ്ഞികൃഷ്ണൻ ചോദിച്ചത്. ആരാണ് തിരുത്തേണ്ടത്? രക്തസാക്ഷി ഫണ്ട് പിരിച്ചതോ, അത് മുക്കിയതോ, അതിൻ്റെ കണക്ക് ചോദിച്ചതോ, കണക്ക് ചോദിച്ചിട്ട് പറയാത്തതോ, കള്ളക്കണക്ക് കണ്ടുപിടിച്ചതോ, എന്താണ് മാറ്റേണ്ടത്? ഇതാണ് കുഞ്ഞികൃഷ്ണൻ്റെ ചോദ്യം. TK ഗോവിന്ദൻ പറയുന്നു, ഞാനും MV ഗോവിന്ദൻ മാസ്റ്റർ ഒരുപോലെ പാർട്ടിയിൽ വന്നവരാണ്, അദ്ദേഹത്തിൻ്റെ മാർക്സിസം പഠിക്കേണ്ട ആവശ്യമില്ല എനിക്ക്. കലങ്ങി മറിയുകയാണ് CPM-നകത്ത്. അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോൾ പിണറായി വിജയൻ ഉണ്ടാകുമോ? ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിന് 90 വയസ്സാകില്ലേ? അദ്ദേഹത്തിന് പഴയതുപോലുള്ള ആരോഗ്യത്തോടു കൂടി ഇത് കൊണ്ടുപോകാൻ പറ്റുമോ? പ്രതിപക്ഷ നേതാവ് സ്ഥാനം 5 വർഷം തികയ്ക്കാൻ പറ്റുമോ? ആരോഗ്യത്തോടുകൂടി പൂർണ്ണ ആരോഗ്യവാനായി. നിരവധി പ്രശ്നങ്ങളാണുള്ളത് അദ്ദേഹത്തിന്. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഈ പാർട്ടിക്ക് എന്താണ് സംഭവിക്കുക? സാധാരണ കണ്ണൂരും ഇടതും കണ്ണൂർ വടക്കും തെക്കും തമ്മിലാണ് അടി നടക്കാറുള്ളത്. ഇപ്പോൾ വടക്ക് തന്നെ കണ്ണൂർ മാത്രം അടി നടക്കുകയാണ്. P ജയരാജൻ, MV ജയരാജൻ, P ജയരാജന്മാരുടെ ഒരു ത്രയമുണ്ട് അവിടെ. അവർ തമ്മിലും ഭയങ്കരമായ കോംപ്ലിക്കേഷനാണ്, കോൺഫ്ലിക്റ്റാണ്. പിന്നെ PK ശ്രീമതി ടീച്ചർ, 2 സ്ത്രീകളുമുണ്ട്, 3 സ്ത്രീകളുണ്ട്. സതീദേവി പാത്ര സജീവമല്ല, വിമൻസ് കമ്മീഷനിലൊക്കെ പോയി അവർ സജീവമല്ല, നേരത്തെ MP ഒക്കെ ആയിരുന്നെങ്കിലും. പിന്നെ ശൈലജ ടീച്ചറാണുള്ളത്. ശ്രീമതി ടീച്ചറും അത്ര സജീവമല്ല, അഖിലേന്ത്യാ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് ടീച്ചർ മാറുന്നൊക്കെ നിൽക്കുകയാണ്. പിന്നെ കണ്ണൂർ രാഷ്ട്രീയത്തിൽ ആരാ സജീവമായി നിൽക്കുന്നത്? വലിയ പ്രതിസന്ധിയിലാണ് പോകുന്നത്. ആ സമയത്ത് ആയിരക്കണക്കിന് പ്രവർത്തകരാണ് മറ്റ് പാർട്ടികളിലേക്ക് പോകുന്നതും പാർട്ടി പ്രവർത്തനം മതിയാക്കുന്നതും. കുറച്ച് പേർ മറ്റ് പാർട്ടികളിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പാർട്ടി പ്രവർത്തനം അങ്ങ് മതിയാക്കുകയാണ്. അവർ സംഘടനാ പ്രവർത്തനങ്ങൾ, മറ്റ് അവരെ സംബന്ധിച്ചിടത്തോളം സാമൂഹിക പ്രവർത്തനം നടത്താതിരിക്കാൻ കഴിയത്തില്ല, കാര്യം അവരുടെ ബ്ലഡിൽ ഇത് ചേർന്നിരിക്കുന്നു. അവർ മറ്റ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, പുരോഗമന കേരള സംഘം, പിന്നെ മറ്റ് യുവകലാസാഹിതി, ഇങ്ങനെ സാഹിത്യ പ്രവർത്തനം, സാമൂഹിക പ്രവർത്തനം, നാട്ടിൽ ക്ലബ്ബ് ഉണ്ടാക്കുക. നമ്മുടെ ഒരു MLA തന്നെ, ജെയിംസ് മാത്യു MLA തന്നെ ഒരു സംഘടനയൊക്കെ ഉണ്ടാക്കി. തളിപ്പറമ്പിൽ നേരത്തെ ആയിരുന്ന MLA തന്നെ മാറിപ്പോയല്ലോ. അപ്പോൾ CPM-നകത്ത് നിൽക്കുന്ന ആദർശപരമായി ചിന്തിക്കുന്നവരൊക്കെ സൈലൻ്റ് ആവുന്നു, അല്ലെങ്കിൽ മാറിപ്പോകുന്നു. പാർലമെൻ്ററി വ്യാമോഹമുള്ളവരും അല്ലാത്തവരുമായ കുറച്ച് പേർ മറ്റ് പാർട്ടികളിൽ പോകുന്നു, BJP-യിൽ വ്യാപകമായി പോകുന്നു. ഇത് കേരളമാകെ നടന്നുകൊണ്ടിരിക്കുകയാണ് CPM-നകത്ത്. CPM ഈ അപകടം തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് സങ്കടം. ഇതാരെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അവർ തിരുത്താനൊന്നും അല്ല പറയുന്നത്. കോൺഗ്രസിനെ കുറിച്ച് നമ്മൾ അഭിപ്രായം പറയാറുണ്ട്, BJP-യെക്കുറിച്ചും പറയാറുണ്ട്, കോൺഗ്രസിനെ കുറിച്ച്, ഓരോ പാർട്ടിയെക്കുറിച്ച് അഭിപ്രായം പറയാറുണ്ട്, എല്ലാ ചാനലുകളും അഭിപ്രായം പറയാറുണ്ട്. അത് പൊതുസമൂഹത്തിൽ ഓരോരുത്തരും അഭിപ്രായം പറയുന്നത് നന്നാക്കാൻ വേണ്ടി പറയുന്നതല്ല. നന്നാക്കാൻ വേണ്ടി ഇവരിപ്പോൾ നന്നാക്കാൻ ഇറങ്ങിയിരിക്കുന്നത് ആരും കളിയാക്കണ്ട. പിന്നെ ഏതെങ്കിലും പാർട്ടിക്ക് വോട്ട് ചെയ്തു എന്ന് വിചാരിച്ച് മറ്റൊരു പാർട്ടിയെക്കുറിച്ച് പറഞ്ഞുകൂടാ എന്നുണ്ടോ? വോട്ട് ചെയ്താലേ പറയാവുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ലല്ലോ. ജനാധിപത്യ സംവിധാനമാണല്ലോ. അപ്പോൾ ആർക്കും വിമർശനമല്ല, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ആർക്കും വയ്ക്കാം, ഏത് പാർട്ടിയെക്കുറിച്ചും ആർക്കും പറയാം. അതാണല്ലോ ജനാധിപത്യത്തിൻ്റെ ഒരു അന്തസത്ത. അപ്പോൾ CPM-നെ പോലുള്ളൊരു പാർട്ടി കൃത്യമായി ഇന്ത്യയിലൊരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് മുൻതൂക്കം കൊടുക്കേണ്ട പാർട്ടി ഭരിച്ച് അവസാനം അഴിമതിയിലും സ്വജനപക്ഷപാതത്തിലും കള്ളക്കേസിലും കുടുക്കിലും പെട്ട് മുഖ്യമന്ത്രിയുടെ കുടുംബം, മുഖ്യമന്ത്രി കേസിൽപ്പെട്ട് കിടക്കുന്നില്ല, പക്ഷേ മുഖ്യമന്ത്രിയുടെ കുടുംബവും ഒക്കെ കേസിലായി ആകെ അലുമ്പായി കിടക്കുകയാണ്. അപ്പോഴാണ് കണ്ണൂരിൽ നിന്നുള്ള പുതിയ വിവാദം. എന്തായാലും അവർ രണ്ടുപേരും UDF-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ച് പോയല്ലോ. പിന്നെ ഇപ്പോൾ അവർ തിരിച്ചു വരുമോ? TK ഗോവിന്ദൻ തിരിച്ചു വരുമോ? UDF-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ടല്ലേ ജയിച്ചത്. V കുഞ്ഞികൃഷ്ണൻ UDF-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ടല്ലേ ജയിച്ചത്. ഇനി തിരിച്ചു വരൂ. അത് UDF-നകത്ത് കയറി RSS-ൻ്റെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ഇനിയിപ്പോൾ തിരിച്ചു വരൂ. എന്നാലും അവർ തെറ്റിതിരുത്തണമെന്ന് MV ജയരാജനും പാർട്ടിയും തെറ്റിതിരുത്തണമെന്ന് അവർ. ഇതെന്ത് ചക്കളത്തി പോരാട്ടമാണ്? ജനങ്ങളിത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ജനങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ കഷ്ടമാണ്, സങ്കടകരമായ ഒരു വാർത്തയാണ് നമ്മൾ കാണുന്നത്.
CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടപടലം പൊട്ടുന്ന ഈഴവരായിട്ടുള്ള ആളുകൾ പരമാവധി ഉണ്ടായിരുന്നൊരു പാർട്ടിയാണത്. അവർ നല്ലൊരു വിഭാഗം ആളുകൾ ഇപ്പോൾ BJP-യിലേക്ക് പോവുകയാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരിൽ ഒരുപാട് ആളുകൾ അവർക്ക് അവരുടെ കഴിഞ്ഞ വർഷത്തെ 1700 കോടി രൂപയുടെ തട്ടിപ്പും പരിപാടിയെല്ലാം അവർ കണ്ടുപിടിച്ചപ്പോൾ പട്ടികജാതി പട്ടികവർഗക്കാർക്കും ഇതിനകത്ത് അവസരമില്ലാത്ത രീതിയിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും നിൽക്കുന്നത് മറ്റൊരു തരത്തിലാണ്. അപ്പോൾ വളരെ ഗൗരവതരമായ ഒരു സാമൂഹ്യ വിഷയമായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പാർട്ടിക്കകത്തുള്ള ആളുകൾ വ്യാപകമായി മറ്റ് പാർട്ടികളിലേക്ക് പോകുന്നു. അവരുടെ കൂടെ പരമ്പരാഗതമായി ഉണ്ടായിരുന്ന കുടുംബശ്രീ, തൊഴിലുറപ്പ്, പിന്നെ ആശാ വർക്കേഴ്സ്, അംഗനവാടി, ഇവരൊക്കെ ഇനി ഭരണമില്ലാത്ത സാഹചര്യത്തിൽ എത്ര കണ്ട് കൂടെ നിൽക്കും അറിയില്ലല്ലോ. ഇപ്പോൾ കുടുംബശ്രീയൊക്കെ വ്യാപകമായിട്ട് ആളുകളെ പിരിച്ചുവിടുകയൊക്കെ, പിരിച്ചുവിട്ടവരെല്ലാം ഇനിയിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് നിൽക്കുമോ? അവർ ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് ഇതിനകത്ത് നിന്നതല്ലേ. ആശാ വർക്കേഴ്സിനെ പിണക്കി, അംഗനവാടിക്കാരെ പിണക്കി, തൊഴിലുറപ്പുകാരെ പിണക്കി. അപ്പോൾ ഇതാരാ ഇവരെ കൂടെ ഉള്ളത്? വളരെ ഗൗരവമായ ചോദ്യമാണ്. അതിനിടയിലാണ് പാർട്ടി ഈ ചക്കളത്തി പോരാട്ടം പരസ്പരം കിടന്ന് നേതാക്കൾ വിഴുപ്പലക്കുകയാണ്, പരസ്യമായി വിഴുപ്പഴക്കാണ്. ഫേസ്ബുക്കിലൂടെ, ചാനലിലൂടെ, പത്രങ്ങളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരുത്താൻ പറയുന്നത്. ആരെ തിരുത്താനാ? വല്ലവരെ തിരുത്തുന്നുണ്ടോ? നേതൃത്വം തിരുത്തണമെന്ന് താഴെയുള്ളവർ പറയുന്നു, അണികൾ പറയുന്നു. അണികൾ തിരുത്തണമെന്ന് നേതൃത്വം പറയുന്നു. നിങ്ങൾ രണ്ട് കൂട്ടം തിരുത്തണമെന്ന് നാട്ടുകാർ പറയുന്നു. ആരെ തിരുത്താനാണ്? എന്തെങ്കിലും തിരുത്തിയിട്ടുണ്ട്? ഇപ്പോഴും തോറ്റെന്ന് സമ്മതിക്കാൻ പോലും മാനസികമായി തോറ്റെന്ന് അംഗീകരിക്കുന്ന പോലുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തോറ്റുപോയി എന്ന് സത്യസന്ധമായി ജനങ്ങളോട് പറയുന്നില്ല. കണക്കുകൾ വെച്ചുകൊണ്ട് ഇപ്പോഴും ജയിച്ചു എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? പരീക്ഷയ്ക്ക് തോറ്റ വന്ന കുട്ടിയോട് എന്താടാ നീ തോറ്റെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇത് എൻ്റെ കുഴപ്പമല്ല, ക്വസ്റ്റ്യൻ പേപ്പർ ടഫായിരുന്നേ, അതുപോലെ ആൻസർ നോക്കിയ ടീച്ചർ മാർക്ക് തന്നില്ല, അതിനിപ്പോൾ നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റും? ടീച്ചർ ഞാൻ എഴുതിയ മാർക്ക് എന്നല്ല എനിക്ക് മാർക്ക് കിട്ടുള്ളൂ. പിന്നെ ഔട്ട് ഓഫ് സിലബസ് ചോദിച്ചെന്നേ, എന്തൊക്കെയാണ് കുട്ടിയുടെ ന്യായം? തോറ്റ കുട്ടിയുടെ ന്യായം ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു. ശരിയാണ്, ഔട്ട് ഓഫ് സിലബസ് ആയ കുട്ടിക്ക് എഴുതാക്കൂലല്ലോ. ടഫായ ക്വസ്റ്റ്യൻ ആയാലും കുട്ടിക്ക് എഴുതാൻ പറ്റത്തില്ല. പഠിച്ചുകൊണ്ട് പോയത് വന്നില്ല എന്നാലും കുട്ടിക്ക് എഴുതാൻ പറ്റത്തില്ല. ടീച്ചർ വളരെ കർശനമായി നോക്കി കുട്ടിക്ക് എഴുതാൻ പറ്റത്തില്ല. ഇതൊക്കെ പ്രശ്നം തന്നെയാണ്. അപ്പോൾ പക്ഷേ അതിന് വെച്ച് കുട്ടി തോറ്റതല്ലാതാകുമോ? ഈ ന്യായം കൊണ്ടൊന്നും നിൽക്കത്തില്ല. തോറ്റു എന്നുള്ളത് സമ്മതിക്കുകയും അതിനാവശ്യമായ മരുന്ന് എല്ലാ ഭാഗത്തും എല്ലാവരും കഴിക്കുകയും ചെയ്യുന്നതിനപ്പുറം പരസ്പരം പോരടിച്ചും ചക്കളത്തി പോരാട്ടം നടത്തിയും വിഴുപ്പലക്കിയും പോകുമ്പോൾ ഇത് കൂടുതൽ ക്ഷയിക്കുക മാത്രമേ ചെയ്യൂ എന്നാണ് ഓരോ സഖാക്കളും തിരിച്ചറിയേണ്ടത്.